ഒരു കണ്ടംപററി സ്റ്റൈലാണ് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരുപാട് സെർച്ച് ചെയ്തപ്പോൾ ബോക്സ് ടൈപ്പ് കുറച്ച് വീഡിയോസ് കാണാൻ ഇടയായി. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഡിസൈനുമായി ഞാൻ നേച്ചർ ഡിസൈനിൽ ബിൻഷാദിനെയാണ് സമീപിച്ചത്. ഓൾറെഡി എനിക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വീട്ടിൽ ഒരു ഫുൾ അടഞ്ഞു കുത്തിയിരുന്ന ഒരു ലൈറ്റും എയറും പാസേജ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു വീടായിരുന്നു. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നത് അതിൽ ഫുൾ വീട്ടിലെ നല്ല ലൈറ്റും കാറ്റും വിളിച്ച് നല്ലോണം അകത്ത് കയറുന്ന രീതിയിലുള്ള ഒരു വീടായിരുന്നു എൻ്റെ ആഗ്രഹം. എല്ലാവർക്കും തന്നെ ഞങ്ങളുടെ വീട് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു ഡീമെറിറ്റും തന്നെ ആരുടെ ഭാഗത്തൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. എല്ലാവരും ഇഷ്ടപ്പെട്ട രീതിയിലാണ് എല്ലാ പോർഷൻസും അറേഞ്ച് ചെയ്തേക്കുന്നത് പറഞ്ഞത്. ഞങ്ങളുടെ കൺസെപ്റ്റ് അങ്ങോട്ട് പറഞ്ഞോളൂ, പക്ഷെ ഫൈനലിൽ വന്നപ്പോൾ ഞങ്ങൾ മനസ്സിൽ കണ്ടത് തന്നെയാണ് ആക്ച്വലി വന്നിരിക്കുന്നത്. ഹായ്, ഈ വീടിന്റെ എലിവേഷൻ ഡിസൈൻ ഒരു കണ്ടംപററി ടൈപ്പിലും എന്നാൽ അകത്തളം ഒരു ട്രോപ്പിക്കൽ ശൈലിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ക്ലയന്റ് റിക്വയർമെന്റ് ആയിരുന്നു ഒരു ബോക്സ് ടൈപ്പ് എലിവേഷൻ ഡിസൈൻ വേണമെന്നുള്ളത്. എന്നാൽ അദ്ദേഹത്തെ സംസാരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഇൻപുട്ട് എന്താണെന്ന് വെച്ചാൽ അകത്തളം അദ്ദേഹത്തിന് ട്രോപ്പിക്കൽ ശൈലിയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത് സ്റ്റാർട്ടിങ് തന്നെ നമ്മളൊരു ഫാമിലി ലിവിംഗ് സ്പേസ് സെന്റർ ആക്കി എടുത്ത് അതിന് ഈസ്റ്റിലും വെസ്റ്റിലും ഒരു കോർട്ട്യാർഡ് കൊടുത്തിട്ടാണ് നമ്മൾ ആ ഒരു ഏരിയ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബെഡ്റൂമിന്റെ സ്പേസ് ആണെങ്കിലും മറ്റുള്ള കിച്ചൺ, ലിവിംഗ് റൂം അതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വീടിന്റെ ഈ ഫാമിലി ലിവിംഗ് സ്പേസ് ഡബിൾ ഹൈറ്റ് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്നുള്ള കോർട്ട്യാർഡ് അതും ഡബിൾ ഹൈറ്റ് ഏരിയ ആണ് വരുന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് വീടിന്റെ ഉള്ളിൽ എപ്പോഴും ഒരു നല്ലൊരു ഡിഫറെന്റ് ഫീലിംഗ് ആണ് അവിടെ കിട്ടുന്നത്. റെഡ് ഈ വീടിന്റെ ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഇതിനായി നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ആഗര റെഡ് സ്റ്റോൺ ആണ്. ഇത് നമ്മൾ രാജസ്ഥാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. പിന്നെ ഇതിന് മറ്റൊരു കോംബോ വരുന്നത് വുഡ് എലമെന്റ് ആണ്. പിന്നെ ഒരു ലൈറ്റ് ഐവറി ഷെയ്ഡാണ് വരുന്നത്. പിന്നെ എക്സ്റ്റീരിയറിൽ ഗ്രീൻ. ഇതെല്ലാം മിക്സ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഒരു ടോട്ടൽ ഒരു കളർ കോംബോ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത്.